വൈറ്റ് പീസാണ്, അതായത് വെള്ള നിറത്തിലുള്ള പീസാണ്. നമ്മൾ കറിയൊക്കെ വയ്ക്കുന്ന പീസാണ്. ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. യൂഷ്വലി ഇത് നടുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് ഒരു മുക്കാൽ മണിക്കൂറോ 1 മണിക്കൂറോ വെള്ളത്തിലിട്ടാൽ ഒന്ന് കുതിർന്ന് വരും. കുതിർന്ന് വന്നതിന് ശേഷം വെച്ചാൽ എളുപ്പം കിളിപ്പ് വരും. പക്ഷേ ഇതിപ്പോൾ ഞാൻ നേരിട്ട് ഉണങ്ങിയിരിക്കുന്ന വൈറ്റ് പീസാണ് തൈയാക്കാൻ വേണ്ടി നടുന്നത്. ചെറിയ തൈയാക്കി ചെറിയ പോട്ടിൽ പോട്ടിംഗ് മിക്സ് വെച്ച് കിളിപ്പിച്ചിട്ട് പിന്നെ വലിയ പോട്ടിലേക്ക് മാറ്റാനായിട്ടാണ് ഗ്രീൻ പീസിൻ്റെ. ഇത് നമ്മൾ ഇങ്ങനെ ചെറിയ രീതിയിൽ വീട്ടിൽ കൃഷി ചെയ്യാനും വീട്ടിലെന്തെങ്കിലും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾക്ക് എടുക്കാനും വേണ്ടി ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. വലിയൊരു കമേർഷ്യൽ പർപ്പസിന് ചെയ്യുന്ന രീതിയിൽ ആവശ്യമില്ല. ആർക്കും എളുപ്പം വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് തന്നെ സാധാരണ നല്ല മണ്ണിളക്കമുള്ള കല്ലും കട്ടയൊന്നും ഇല്ലാത്ത മണ്ണ് ഒരു ചെറിയ പോട്ടിൽ നിറച്ചിട്ട്, ചെറിയ പോട്ടോ വീട്ടിലിരിക്കുന്ന കവറോ അങ്ങനെ എന്തിലെങ്കിലും നിറച്ചതിന് ശേഷം നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള മണ്ണിൽ ചെയ്യാൻ്റെ കാര്യമേ ഉള്ളൂ. വീട്ടിൽ കരിയിലയൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ ആയിട്ട് കരിച്ച് പേപ്പറും ഒക്കെ ഇട്ട് കരിച്ചതും ഒക്കെ ചേർത്ത മണ്ണ് ഇങ്ങനെ പോട്ടിംഗ് മിക്സായിട്ട് എടുത്താൽ മതി. എല്ലാ ജൈവവളവും ചേർത്ത് തന്നെ ഇത് കിളിപ്പിച്ചെടുക്കണമെന്നൊന്നുമില്ല. വളം പിന്നെ ചേർത്ത് കൊടുത്താലും മതി. അത്യാവശ്യം വീട്ടിലെ ആവശ്യത്തിന് അതൊക്കെ മതിയല്ലോ. അപ്പം നമുക്ക് കുറേ ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിൽ കൃഷി വീട്ടിൽ തന്നെ ചെയ്യാൻ തോന്നുന്ന ഒരു രീതിയാണിത്. അപ്പം അതിനകത്തേക്ക് ഞാൻ മണ്ണ് നിറച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ലൂസായിട്ട് മണ്ണ് വെച്ച് കൊടുക്കണം. ഒരുപാട് ടൈറ്റ് ആക്കാൻ പാടില്ല. കാരണം മണ്ണ് വെച്ച് അമങ്ങിക്കഴിഞ്ഞാൽ ഈ സീഡ്ലിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ നാളങ്ങൾ ഉണ്ടായി വരുമ്പം അത് അമങ്ങിപ്പോയാൽ പുറത്തേക്ക് വരില്ല. അധികം മീതെ മണ്ണിടാനും പാടില്ല. എന്നിട്ട് ഇതിലേക്ക് വെള്ളം തളിച്ച് കൊടുക്കണം. വെള്ളം നമ്മൾ തളിക്കുമ്പം ഇത് തളിക്കുകയേ ചെയ്യുള്ളൂ. ഓവറായിട്ട് വെള്ളം നനയ്ക്കരുത്. കാരണം ഈ വൈറ്റ് പീസ് എന്ന് പറയുന്നത് അധികം വെള്ളം ഉണ്ടെങ്കിൽ വാർന്നു പോകാതെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് അഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം എയറേറ്റഡ് ആയിട്ട് ആയിരിക്കണം മീതെയുള്ള മണ്ണിരിക്കേണ്ടത്. ഇത് അനക്കാതെ നമ്മളൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ ഇതിനകത്ത് കിളിപ്പ് വരും. അപ്പോൾ കിളിപ്പ് വരുന്ന സമയത്ത് ഞാനിത് കാണിക്കാം.